നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 കെമിസ്ട്രി +1 കുട്ടികൾക്ക് ആദ്യമായിട്ടാണ് മെയിൻ സബ്ജക്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഈ വർഷം ആദ്യം അവർക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അവരുടെ ആദ്യത്തെ വിഷയം കെമിസ്ട്രിയാണ്. +2കാർക്ക് എന്താണോ പറ്റിയത് അത് തന്നെയാണ് +1കാർക്ക് ക്വസ്റ്റ്യനിൽ പറ്റിയത്. കാരണം +1 കെമിസ്ട്രി ഈ പറഞ്ഞ പോലെ +1കാർക്ക് ഒരു അടി തന്നെയാണ്, ഒരു പണി കിട്ടിയതുപോലെ തന്നെയാണ് ഉറപ്പായിട്ടും. കാരണം ഇതേ പാറ്റേൺ, അതായത് മോഡൽ എക്സാം എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് മാറുകയാണ്. കാരണം മോഡൽ എക്സാമിന് ചോദിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ വിഭിന്നമായ രീതിയിലാണ് +1ന്റെ കെമിസ്ട്രിയും ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരുപാട് പേർക്ക് ദോഷമാണ്. +1കാർക്ക് ഇപ്പം +1 എഴുതുന്ന കുട്ടികൾക്ക് ദോഷമാണ്. +2കാര് ഇംപ്രൂവ് ചെയ്ത കുട്ടികൾക്കും ഇത് ഒരേപോലെ ബാധിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോഴും എക്സാംസ് ഭീതി ഉണ്ടാക്കുന്ന രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. +2കാര് ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും നല്ല പ്രയാസമായി മാറി. പിന്നെ നോക്കുമ്പം ഒരു വശത്ത് +1കാരുടെ പരീക്ഷ തുടങ്ങിയതും പാറ്റേൺ മാറിയും മോഡൽ എക്സാമിൽ നിന്ന് ഒരുപാട് വിഭിന്നമായ ക്വസ്റ്റ്യൻ അത്ര എളുപ്പ രീതിയിൽ കെമിസ്ട്രി അധ്യാപകരോട് ചോദിച്ചപ്പോൾ അത്ര എളുപ്പമുള്ള രീതിയിലല്ല, വളരെ കഷ്ടിച്ച് ആലോചിച്ച് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ലെവലിൽ നല്ലപോലെ തിങ്ക് ചെയ്ത് എഴുതേണ്ട ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതിനെല്ലാം കമൻസ് ചെയ്യാം. അന്നേരം നന്നായിട്ട് ബാധിക്കുന്നുണ്ട് പരീക്ഷകൾ കുട്ടികളെ. ഇത് യഥാർത്ഥത്തിൽ കുട്ടികളുടെ കുഴപ്പമാണോ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കുഴപ്പമാണോ, അധ്യാപകരുടെ കുഴപ്പമാണോ, ക്വസ്റ്റ്യൻ ഇട്ടവരുടെ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഇത് വിദ്യാഭ്യാസ വകുപ്പ് വളരെ കാര്യമായിട്ട് എടുക്കേണ്ടതായിരുന്നു. കാരണം മോഡൽ എക്സാമിന് മുമ്പ് അല്ലെങ്കിൽ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഈ പാറ്റേൺ ഫോളോ ചെയ്ത് പഠിപ്പിക്കുകയും ആ പാറ്റേൺ അനുസരിച്ച് ക്വസ്റ്റ്യൻ ഇടുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടും ഒരാൾക്കും ഉണ്ടാകത്തില്ലായിരുന്നു. അധ്യാപകർക്കും ഉണ്ടാകത്തില്ല, എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഉണ്ടാകത്തില്ലായിരുന്നു. ഇനിയും +1കാര് വളരെ കാര്യമായിട്ട് മുന്നോട്ട് എല്ലാ രീതിയിലുമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇനി അവരുടെ പ്രധാന വിഷയങ്ങൾ ഇനിയും കിടക്കുകയാണ്. ഫിസിക്സും അത് ഒരു ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ, മാത്സും അല്ല. നന്നായിട്ട് പഠിക്കുക. ഇമ്പ്രൂവ് ചെയ്ത കുട്ടികൾക്ക് ചിലപ്പം ഒരുപക്ഷെ അതിനെക്കാട്ടിൽ +1കാരെക്കാട്ടിൽ നിരാശയായിരിക്കാം. കാരണം ഒരുപാട് പ്രതീക്ഷയായിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഇമ്പ്രൂവ് ചെയ്യാനിരുന്നത്. എന്തായാലും നല്ല മാർക്ക് കിട്ടട്ടെ. എന്തായാലും ഒരു സമ്പൂർണ്ണ പരാജയമാണ് ക്വസ്റ്റ്യൻ രീതികളും മോഡൽ എക്സാമും. അതിൻ്റെ പരിണത ഫലം അനുഭവിക്കുന്ന പാവം പിടിച്ച കുട്ടികളാണെന്നുള്ളതാണ്. അതിൽ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.